ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജിബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 2026 T20 വേൾഡ് കപ്പ് നമ്മിൽ നിന്ന് പട്ടിയിറങ്ങുമ്പോൾ ഒട്ടനവധി ആനന്ദത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഒരു മുത്തശ്ശിക്കഥയിലെന്ന പോലെ എന്നും ചരിത്രം ഓർമ്മിപ്പിക്കപ്പെടുന്ന രീതിയിലായിരുന്നു സഞ്ജു സാംസന്റെ ഒരു പ്രകടനം. ടീം ഇന്ത്യ പുറത്താകലിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തി ഒരു അമാനുഷികനെ പോലെ ടീമിനെ സെമിയിലേക്കും സെമിയിൽ നിന്ന് ഫൈനലിലേക്കും ഫൈനലിൽ ചാമ്പ്യന്മാരാക്കുകയും ചെയ്ത ഒരു അത്യപൂർവ കഥ തന്നെയാണ് ഈ വേൾഡ് കപ്പ് നമ്മോട് പറയുന്നത്. ഒരുപക്ഷെ സഞ്ജു സാംസനെ 11ലേക്ക് തിരികെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ സെമി കാണാതെ പുറത്തു പോകുമായിരുന്നു. സിനിമകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഹീറോയിസമാണ് തൻ്റെ ജീവിതത്തിൽ സഞ്ജു സാംസൺ നടപ്പാക്കിയത്. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇത്തരം വലിയൊരു മുഹൂർത്തത്തിലേക്ക് സഞ്ജു സാംസൺ എത്തിപ്പെടാൻ ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ആ സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പ്ലെയർ ഓഫ് ദ സീരീസായി ടൂർണമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഞ്ജു സാംസണോട് എന്താണ് താങ്കളുടെ ഫീലിംഗ് എന്ന് ചോദിച്ചപ്പോൾ തനിക്കിതൊരു സ്വപ്നം പോലെയാണ്. 2024 വേൾഡ് കപ്പ് ടീമിൽ ഞാനുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ മത്സരം പോലും കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കുറേ കാത്തിരിപ്പിനൊടുവിൽ ഇത്തവണ വീണ്ടും വേൾഡ് കപ്പിലേക്കുള്ള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനു മുന്നോടിയായി ന്യൂസിലൻഡുമായി നടന്ന പരമ്പരയിൽ തികച്ചും ഫോം ഔട്ടാകുന്നു. വീണ്ടും 11ൽ നിന്ന് പുറത്തു പോകുന്നു. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ജനങ്ങളായിരുന്നു തനിക്ക് മുന്നിൽ. എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ തനിക്ക് ഉപദേശങ്ങൾ നൽകുകയും തനിക്ക് മോട്ടിവേഷൻ നൽകുകയും ചെയ്ത ഒരാളുണ്ട്. അയാളെ ഇവിടെ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. തളർന്നുപോയ എനിക്ക് തിരിച്ചുവരവിനുള്ള പ്രചോദനം തന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ സഞ്ജു സാംസന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. ആരായിരിക്കും അത്? ആരാധകർക്ക് പല പേരുകളും മനസ്സിൽ മിന്നിമറിയുന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, MS ധോണി, കോച്ച് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അങ്ങനെ പല പേരുകളും മനസ്സിലൂടെ മിന്നിമറഞ്ഞ നിമിഷങ്ങൾ. പക്ഷേ സഞ്ജു സാംസണിൽ നിന്ന് വരുന്ന മറുപടി അതേവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു, ഏവരെയും ആനന്ദിപ്പിക്കുന്നതായിരുന്നു. മറ്റാരുമല്ല, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ആ പേര് കേട്ടപ്പോൾ ഗാലറി വീണ്ടും ആർത്തിരമ്പുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന വിളിപ്പേര് വെറുതെ നൽകപ്പെട്ടതല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന നിമിഷമായിരുന്നു അത്. കാരണം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 13 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 13 കൊല്ലത്തിനിപ്പുറവും ഒരു വേൾഡ് കപ്പ് ജയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ആ ഒരു വലിയ മനുഷ്യൻ്റെ സ്പർശമുണ്ടാകുന്നു എന്നത് മഹത്തരം തന്നെയാണ്. കാലം കണ്ടറിഞ്ഞ് നൽകിയതാണ് ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന ആ പേരെന്ന് വീണ്ടും നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. സഞ്ജു സാംസൺ തൻ്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ച വേൾഡ് കപ്പ് തന്നെയായിരുന്നു ഇത്. 2025 ഇംഗ്ലണ്ടിനെതിരെ നിരന്തരം പരാജയപ്പെടുന്നു. ആ പരമ്പരയിലൂടെ സഞ്ജു സാംസന്റെ ടീമിൽ നിന്നുള്ള ഇടം നഷ്ടപ്പെടുന്നു. പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ വേൾഡ് കപ്പിന് തൊട്ടുമുന്നേ ന്യൂസിലൻഡുമായി നടന്ന സീരീസിൽ വീണ്ടും ഫോം ഔട്ട് ആവുന്നു. പ്ലേയിങ് 11ൽ നിന്ന് സ്ഥാനം നഷ്ടമാകുന്നു. തൻ്റെ കരിയറിനെ ദോഷകരമായി ബാധിച്ച 2 സീരീസുകളായിരുന്നു അത്. ഒന്ന് ഇംഗ്ലണ്ടിനെതിരെയും ഒന്ന് ന്യൂസിലൻഡിനെതിരെയും. എന്നാൽ ഈ 2 ടീമുകളെയും സെമി ഫൈനലിലും ഫൈനലിലും തനിക്കെതിരെ കിട്ടിയപ്പോൾ അവർക്കെതിരെ തൻ്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ സഞ്ജു സാംസൺ ഒരു പ്രതികാരത്തിൻ്റെ കഥ കൂടിയാണ് ഈ വേൾഡ് കപ്പിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. സഞ്ജു സാംസൺ അല്ലാതെ മറ്റാർക്കു കഴിയും അത്തരം ഒരു റിവഞ്ച് നൽകാൻ? എല്ലാ മോശം സമയങ്ങളെയും ക്ഷമയോടെ നേരിട്ട് തനിക്ക് വേണ്ടി ഒരു ദിവസമുണ്ടെന്നും ആ ദിവസം തന്നിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നും ഉറച്ച വിശ്വാസത്തോടെ കഠിന പരിശ്രമത്തിലൂടെയും പ്രയത്നത്തിലൂടെയും നേടിയെടുത്തത് തന്നെയാണ് ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും ഈ വേൾഡ് കപ്പും. സഞ്ജു സാംസൺ എന്ന മലയാളി താരം, അതിലാർക്കും തർക്കമില്ല. ഇനിയും അയാൾക്ക് അയാളുടെ ചൈത്രയാത്ര തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.